ഹലോ, എന്തല്ല കാക്കുവിൻ്റെ കിസ്സകൾ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പോഡ്കാസ്റ്റിൽ പറയുന്ന കഥകളും കഥാപാത്രങ്ങളും എല്ലാം എൻ്റെ ജീവിതത്തിലുണ്ടായ രസകരമായ അനുഭവങ്ങളിൽ നിന്നാണ്. പൊടുപ്പും തൊങ്ങലൊന്നുമില്ല, നേരെ ചൊവ്വയുള്ള കിസ്സകൾ. ഡിസ്ക്ലെയിമർ: കിസ്സകളിലെ എല്ലാ കഥാപാത്രങ്ങളും യാതൊരു വിധത്തിലും സാങ്കല്പികമല്ല. എന്നാ പിന്നെ തുടങ്ങല്ലേ. വർഷം 2004. മദ്രാസിൽ PGക്ക് പഠിക്കുന്ന കാലം. ഞാൻ ഓഗസ്റ്റ് 2004 മദ്രാസിലെത്തിയത്. സെപ്റ്റംബറിൽ എൻ്റെ ഒരു സുഹൃത്ത് ഒരു കോൺസേർട്ട് ടിക്കറ്റ് തന്നു. IIT ചെന്നൈയിൽ സുനാമി എന്ന് പേരുള്ള ഒരു അമേരിക്കൻ നേവൽ ബാൻഡിൻ്റെ ഒരു പെർഫോമൻസ് ആയിരുന്നു അത്. കോൺസേർട്ട് കഴിഞ്ഞപ്പോൾ അവർ സുനാമി എന്ന വാക്കിൻ്റെ അർത്ഥമൊക്കെ പറഞ്ഞു തന്നു. അന്നാണ് തോന്നുന്നു എനിക്ക് ആദ്യമായിട്ട് ഈ സുനാമി എന്ന വാക്ക് ഞാൻ കേൾക്കുന്നത്. ഡിസംബർ 2004. ചെന്നൈയിൽ ഒരുമിച്ച് താമസിച്ച കുറച്ച് സുഹൃത്തുക്കൾ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റുഡൻസ് ആയിരുന്നു. ഞാൻ മാസ് കമ്മ്യൂണിക്കേഷൻ സ്റ്റുഡൻസും. നല്ല കുറേ സിനിമകൾ കാണുക, സിനിമകളെ പറ്റി ചർച്ച ചെയ്യുക, അതൊക്കെ ആയിരുന്നു നമ്മളെ പ്രധാന വിനോദം. പിന്നെ നമുക്ക് ക്ലാസ് അസൈൻമെൻറ്റ്സിൽ വരുന്ന വീഡിയോ പ്രോജക്ട്സും സംഭവങ്ങളൊക്കെ നമ്മൾ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചായിരുന്നു നമ്മൾ ചെയ്യാറ്. വീഡിയോ പ്രോജക്റ്റ് നമുക്ക് ജാനുവരിയിൽ സബ്മിറ്റ് ചെയ്യണം. അന്നൊന്നും ഇന്നത്തെ പോലെ ക്യാമറ ഫോണൊന്നും അധികം പ്രാബല്യത്തിലില്ല. ഉണ്ടെങ്കിലും അതുകൊണ്ടൊരു വീഡിയോ ആ ഒരു ലെവലിൽ വീഡിയോ ഒന്നും നമുക്ക് നല്ലൊരു രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനി DV ക്യാമറ വേണം. ഈ മിനി DV ക്യാമറ കിട്ടാനോ ഒന്നെങ്കിൽ കോളേജിൽ നിന്നൊരു ടൈം സ്ലോട്ട് വാങ്ങി കോളേജിൽ നിന്ന് നമ്മൾ എടുക്കണം, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്ന് നമ്മൾ കടം വാങ്ങണം, അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് വാടകയ്ക്ക് എടുക്കണം. അപ്പം കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടി. പിന്നെ അന്നൊക്കെ ക്യാമറാസ് പറഞ്ഞാൽ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരുന്നു. അങ്ങനെ എൻ്റെ കൂടെ താമസിക്കുന്ന ഒരു സുഹൃത്തിന് കുറച്ച് ജനറിക് ആയിട്ടുള്ള ഷോട്ട്സ്, സിറ്റീൻ്റെ ഷോട്ട്സ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവനൊരു ക്യാമറ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ക്രിസ്മസിൻ്റെ അന്ന് നാട്ടിൽ പോകുന്ന നമ്മളൊരു സുഹൃത്തിൻ്റെ അടുത്ത് അവൻ ഏതായാലും നാട്ടിൽ പോകാൻ കുറച്ച് ദിവസം ക്യാമറ ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ക്യാമറ വാങ്ങിച്ചു. അങ്ങനെ ക്യാമറ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് ഇവൻ പറഞ്ഞു, നമുക്ക് ആദ്യം എടുക്കേണ്ട ഷോട്ട് എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം അതിരാവിലെ ബീച്ചിൽ പോയിട്ട് സൺറൈസിൻ്റെ ഒരു ഷോട്ട് എടുക്കണം എന്നാണ്. സ്വാഭാവികമായിട്ടും സൺറൈസിൻ്റെ ഒരു ഷോട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ട്രൈപോഡ് അത്യാവശ്യമാണ്. അങ്ങനെ ട്രൈപോഡ് നമ്മളെ കയ്യിലില്ല. കുറേ പേര് വിളിച്ചു നോക്കി. ട്രൈപോഡ് കിട്ടാവുന്ന എല്ലാ ആൾക്കാരെയും വിളിച്ചു നോക്കി, ട്രൈ ചെയ്ത്, ഒരു രക്ഷയില്ല. അങ്ങനെ നിരാശയോടുകൂടെ അന്ന് രാത്രി നമ്മൾ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ഏകദേശം ഒരു 9 മണിക്കാണ് നമ്മളെല്ലാവരും എഴുന്നേറ്റത്. എഴുന്നേറ്റൊരു ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോൾ ആണ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പേ സുനാമി എന്നൊരു സംഭവം നടന്നതായിട്ടുള്ള വാർത്ത നമ്മൾ അറിയുന്നത്. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഒരു കോള്. തലേ ദിവസം നമ്മൾ ട്രൈപോഡ് ചോദിച്ച ഒരു ഫ്രണ്ടായിരുന്നു. അവൻ്റെ കയ്യിലുള്ള ട്രൈപോഡ് ഫ്രീ ആയി, വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് വന്ന് എടുത്തോളാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ആ കോൾ വന്നപ്പോഴാണ് നമുക്കൊരു റിയലൈസേഷൻ വന്നത്. അഥവാ നമ്മൾ തലേ ദിവസം നമുക്കന്ന് ട്രൈപോഡ് കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ആ ട്രൈപോഡും ക്യാമറയുമായി രാവിലെ ബീച്ചിൽ സൺറൈസിൻ്റെ ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ നമ്മൾ അവിടെ ഉണ്ടായേനെ. ഒരു പക്ഷേ സൺറൈസിൻ്റെ ഷോട്ടിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സുനാമിയുടെ ഷോട്ടും
നമ്മളെ ക്യാമറയിൽ പകർന്നേനെ. ഒരു പക്ഷെ നമ്മൾ തന്നെ ആ സുനാമിയിൽ ഇല്ലാതായി പോയേനെ. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുക. നിങ്ങൾ കേൾക്കുന്ന പോഡ്കാസ്റ്റ് ആപ്പിൽ റേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ റേറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ ഇമെയിലോ വഴി അറിയിക്കുക. ആങ്കർ ആപ്പ് യൂസ് ചെയ്യുന്നവർ വോയിസ് മെസ്സേജ് അയക്കുക, അതിനുള്ള ഓപ്ഷൻ ഉണ്ട് ആങ്കറിൽ. ഇമെയിൽ ID kakupodcasts@gmail.com, kakupodcasts@gmail.com. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും കാക്കു പോഡ്കാസ്റ്റ്സ്. വീണ്ടും ഒരു കിസ്സയുമായി വരുന്നത് വരെ താങ്ക് യു ഫോർ ലിസ്ണിംഗ്. ടേക്ക് കെയർ, സ്റ്റേ സേഫ്, മഅസ്സലാമ.